എല്ലാവർക്കും നമസ്കാരം. LB അക്കാദമി ഓൺലൈൻ ക്ലാസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ NIOS 2025 ഒക്ടോബർ മാസത്തിൽ പരീക്ഷ എഴുതിയിട്ടുള്ള വിദ്യാർത്ഥികളുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സ് അതത് സ്റ്റഡി സെന്ററിൽ എത്തിച്ചേർന്നു അല്ലെ. അപ്പൊ നിങ്ങൾ എല്ലാവരും ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സുകൾ കൈപ്പറ്റി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സ് കൈപ്പറ്റി കഴിഞ്ഞാൽ ഇനി അടുത്ത നമ്മുടെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഇക്വലൻസി സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് അല്ലെ. ഇക്വലൻസി സർട്ടിഫിക്കറ്റും ഉണ്ട്, എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റും ഉണ്ട്. അപ്പൊ ഇക്വലൻസി സർട്ടിഫിക്കറ്റ് എന്താണ് എന്നുള്ളതും എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് എന്താണ് എന്നുള്ളതൊക്കെ ഓൾറെഡി നമ്മുടെ ചാനലിൽ തന്നെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് കാണാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് കാര്യങ്ങളിലേക്ക് കിടക്കാം. ഒരുപാട് ആളുകൾ എന്നോട് പറഞ്ഞു ഇക്വലൻസി സർട്ടിഫിക്കറ്റിനെ കുറിച്ചും എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റിനെ കുറിച്ചും ഒക്കെ ഒന്നുകൂടി ഒന്ന് വീഡിയോ ചെയ്ത് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു വീഡിയോ നമ്മൾ ഇന്ന് ചെയ്യുന്നത് തന്നെ കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും ഒക്കെ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം, കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ പുതിയ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. NIOSന്റെ 2026 ഒക്ടോബർ ബാച്ച്. 2026 ഒക്ടോബർ ബാച്ചിലേക്ക് അഡ്മിഷൻ എടുക്കാനായിട്ട് നിങ്ങളുടെ പരിചയത്തിലൊക്കെ നിങ്ങളുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ നിങ്ങളുടെ പരിചയത്തിൽ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവരോട് LB അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൽ തന്നെ ജോയിൻ ചെയ്ത് പഠിക്കാനായിട്ട് പറയുക. അതുപോലെ തന്നെ നമ്മുടെ 2026 ഒക്ടോബർ ബാച്ചിലേക്ക് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ലോകത്ത് എവിടെയുള്ളവരാണെങ്കിലും നിങ്ങളുടെ മുടങ്ങിപ്പോയ 10ാം ക്ലാസ് അല്ലെങ്കിൽ +2 ഒക്കെ നമുക്ക് ഈ ഒരു ബാച്ചിൽ അഡ്മിഷൻ എടുത്തുകൊണ്ട് നിങ്ങൾക്ക് 10ാം ക്ലാസ്സും +2 ഒക്കെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഈ ഒരു ബാച്ചിലേക്കുള്ള അഡ്മിഷന്റെ ടൈമാണ്. ഇപ്പോൾ അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ വരുന്ന ഒക്ടോബർ മാസത്തിൽ പരീക്ഷ എഴുതിക്കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മുടങ്ങിപ്പോയ 10ാം ക്ലാസ്സും +2 ഒക്കെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടത്? സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് കാര്യങ്ങളിലേക്ക് കിടക്കാം. ആദ്യം തന്നെ ഇക്വലൻസി സർട്ടിഫിക്കറ്റും എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് എന്താണെന്നൊന്ന് പറഞ്ഞേക്കാം, കാരണം അറിയില്ലാത്ത ഒരുപാട് ആളുകൾ ഉണ്ടല്ലോ. അപ്പൊ ആദ്യം തന്നെ ഇക്വലൻസി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ NIOSന്റെ +2 സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ +2 നമ്മുടെ കേരള ഹയർ സെക്കൻഡറി ബോർഡ് അംഗീകരിച്ചുകൊണ്ടുള്ള അല്ലെങ്കിൽ കേരള ഹയർ സെക്കൻഡറി ബോർഡിന്റെ +2ഉം NIOSന്റെ +2ഉം തുല്യമാണ് എന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ആണ് ഇക്വലൻസി സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ നമ്മുടെ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് നമുക്ക് ലഭിക്കുന്നത് നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് കേട്ടോ. നിങ്ങൾ ഏത് യൂണിവേഴ്സിറ്റിയുടെ കീഴിലാണോ ഡിഗ്രി ചെയ്യാനായിട്ടൊക്കെ ഉദ്ദേശിക്കുന്നത് ആ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ്. അത് നിങ്ങൾ ഹയർ സ്റ്റഡീസിന് ഓക്കെ ആണ് അല്ലെങ്കിൽ ഹയർ സ്റ്റഡീസിന് എന്താണ് ഓക്കെ ആണ് എന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ആണ് ഏത്? എലിജിബിൾ ആണ് എന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ആണ് എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത് രണ്ടും ക്ലിയർ ആണല്ലോ. ഇനി ഇക്വലൻസി സർട്ടിഫിക്കറ്റ് കാര്യം പറയുകയാണെങ്കിൽ തന്നെ ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് NIOS വാല്യൂ ഉള്ള സർട്ടിഫിക്കറ്റ് ആണോ നൽകുന്നത്, നമ്മുടെ കേരള ഹയർ സെക്കൻഡറി ബോർഡിന്റെ ആ ഒരു തുല്യ വാല്യൂ തന്നെയാണോ നമ്മുടെ NIOSന്റെ സർട്ടിഫിക്കറ്റ് ഉള്ളതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ളവരൊന്ന് ശ്രദ്ധിച്ചേ. നമ്മൾ ഈ NIOSൽ +2 പഠനം പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ തുല്യതാ സർട്ടിഫിക്കറ്റ് ആരാ നമുക്ക് തരുന്നത്? കേരള ഹയർ സെക്കൻഡറി ബോർഡ് ആണ് കേട്ടോ. അപ്പൊ കേരള ഹയർ സെക്കൻഡറി ബോർഡ് തിരുവനന്തപുരത്തു നിന്നാണ് നമുക്ക് എന്ത് ലഭിക്കുന്നത്? ഇക്വലൻസി സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇക്വലൻസി സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം? നിങ്ങൾ എടുത്തിരിക്കുന്ന വിഷയങ്ങൾ അല്ലെ, ഫസ്റ്റ് ലാംഗ്വേജ് സെക്കൻഡ് ലാംഗ്വേജ് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ 3 തിയറി വിഷയങ്ങളും നിങ്ങൾ ചൂസ് ചെയ്തിട്ടുണ്ടാവണം. എല്ലാ വിഷയത്തിനും നിങ്ങൾ പാസ്സായിട്ടുണ്ടാവണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് കോഴ്സ് പൂർത്തിയാക്കിയതിനു ശേഷം ജൂൺ 1 എന്നുള്ള കണക്കനുസരിച്ച് നോക്കുമ്പോൾ 19 വയസ്സ് പൂർത്തീകരിക്കണം. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലാണ് നിങ്ങൾക്ക് ഇക്വലൻസി സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യാനായിട്ട് സാധ്യമാവുക. ഇനി ഇക്വലൻസി സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ എന്തൊക്കെ കാര്യങ്ങൾ വേണം? നിങ്ങളുടെ SSLC ബുക്ക് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ NIOSൽ നിന്ന് ലഭിച്ചിരിക്കുന്ന 2 സർട്ടിഫിക്കറ്റ് നിങ്ങൾക്കുണ്ട് അല്ലെ. ആ 2 സർട്ടിഫിക്കറ്റ്സ്, അതായത് ഒന്ന് TCയും നിങ്ങളുടെ ഈ പറഞ്ഞ പാസ്സായ സർട്ടിഫിക്കറ്റ്, അത് 2 നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ നമുക്ക് എന്ത് വേണം? ഒരു റിക്വസ്റ്റ് ലെറ്റർ നമുക്ക് തയ്യാറാക്കാനായിട്ടുണ്ട് അല്ലെ. അതുപോലെ തന്നെ ചെലാൻ എടുക്കാനായിട്ടുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഇക്വലൻസി സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇക്വലൻസി സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഒരു റിക്വസ്റ്റ് ലെറ്റർ തയ്യാറാക്കുക എന്നുള്ളതാണ്. അതില് ഫ്രം അഡ്രസ്സിൽ നിങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള മേൽവിലാസം ഉണ്ടായിരിക്കണം. ആ പൂർണ്ണ മേൽവിലാസം എഴുതുന്ന സമയത്ത് നിങ്ങളുടെ പേരുണ്ടാവണം, നിങ്ങളുടെ ഹൗസ് നെയിം ഉണ്ടായിരിക്കണം, പോസ്റ്റ് ഓഫീസ് ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ നിങ്ങളുടെ പ്ലേസ് വരണം, ഡിസ്ട്രിക്ട് വരണം, പിൻകോഡ് വരണം, ഇമെയിൽ ID വരണം, ഫോൺ നമ്പർ വരണം. ഇത്രയും വരുമ്പോഴാണ് നിങ്ങളുടെ പൂർണ്ണ മേൽവിലാസമാകുക. ഓക്കെ, ഇനി അതുപോലെ തന്നെ അടുത്തത് നമുക്ക് വേണ്ടത് 2 അഡ്രസ് ആണ്. 2 അഡ്രസ് ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. ഈ ഒരു 2 അഡ്രസ്സിലേക്കാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? ഇക്വലൻസി സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യുമ്പോൾ
ഈ ഒരു അഡ്രസ്സിലേക്കാണ് നിങ്ങൾ 2 ആയിട്ടുള്ള രീതി അല്ലെങ്കിൽ 2 അഡ്രസ് ഇതാണ് നിങ്ങൾ വെക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഈ ഒരു 2 അഡ്രസ് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചേക്കുക. വീഡിയോസിൽ കാണാൻ പറ്റുന്നില്ല, സൂം ചെയ്ത് നോക്കിയാൽ മതി, നിങ്ങൾക്ക് അഡ്രസ് കിട്ടുന്നതായിരിക്കും. ഇനി അടുത്ത നമുക്ക് എന്താ വേണ്ടത്, നമ്മൾ ആ റിക്വസ്റ്റ് ലെറ്ററിലേക്ക് വരിക. നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ മലയാളം പഠിക്കുമ്പോഴൊക്കെ നിങ്ങൾ അപേക്ഷാ ഫോം തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയാവുന്നതാണ് അല്ലെ. സർ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളുടെ പേരൊക്കെ കൊടുത്ത് എന്റെ പേര് ഇന്നത് അല്ലെങ്കിൽ എന്റെ പേര് ഇന്നത്, ഞാൻ ഇന്ന വർഷത്തിലെ NISS സീനിയർ സെക്കൻഡറിയിൽ അഡ്മിഷൻ എടുത്ത് പാസ്സായ വിദ്യാർത്ഥിയാണ് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുക. നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ഉൾപ്പെടുത്തുക. സോ നിങ്ങളുടെ ഹയർ സ്റ്റഡീസിന് വേണ്ടിയിട്ട് ഇക്വലൻസി സർട്ടിഫിക്കറ്റ് ആവശ്യകത ഉണ്ട് എന്ന് പറഞ്ഞ് കാണിച്ചിട്ട് നിങ്ങൾ റിക്വസ്റ്റ് ലെറ്റർ തയ്യാറാക്കുക. അതിന്റെ ഫോർമാറ്റും കാര്യങ്ങളൊക്കെ അറിയാവുന്നതാണല്ലോ, ആ ഫോർമാറ്റിൽ നിങ്ങൾ റിക്വസ്റ്റ് ലെറ്റർ തയ്യാറാക്കുക. ഒപ്പം തന്നെ ലാസ്റ്റ് ഈ ഒരു ആപ്ലിക്കേഷൻ ഫോം അല്ലെങ്കിൽ ഈ ഒരു റിക്വസ്റ്റ് ലെറ്ററിന്റെ കൂട്ടത്തിൽ ഞാൻ എന്തൊക്കെയാണ് അറ്റാച്ച് ചെയ്യുന്നത്, എന്റെ SSLC, എന്റെ +2ന്റെ സർട്ടിഫിക്കറ്റ്, എന്റെ +2ന്റെ TC, അതുപോലെ തന്നെ ചെലാന് അല്ലെ. TC ഒറിജിനൽ അല്ല, നമ്മൾ കൊടുക്കുന്ന കോപ്പിയാണ്. അപ്പൊ അതിന്റെ കോപ്പിയൊക്കെ ഞാൻ ഇതിന്റെ കൂട്ടത്തിൽ അറ്റാച്ച് ചെയ്യുന്നുണ്ട് എന്നുള്ള വിവരം കൂടി അതിനകത്ത് ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക. ഇത്രയും കാര്യങ്ങൾ കൊടുത്തതിന് ശേഷം നമ്മുടെ റിക്വസ്റ്റ് ലെറ്റർ അങ്ങ് മാറ്റി വെക്കുക. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മുടെ സർട്ടിഫിക്കറ്റ് ആണ് അല്ലെ, SSLC സർട്ടിഫിക്കറ്റിന്റെ കോപ്പി, +2 സർട്ടിഫിക്കറ്റിന്റെ കോപ്പി, അതുപോലെ തന്നെ നമ്മൾക്ക് പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് ഇല്ലാത്തത് കൊണ്ട് നമ്മുടെ TC അങ്ങ് എടുത്തോളുക. TC കം മൈഗ്രേഷൻ അല്ലെ. ഈ ഒരു സർട്ടിഫിക്കറ്റ് ഇതൊക്കെ എന്ത് ചെയ്യണം, കോപ്പി എടുത്തതിന് ശേഷം അതില് സെൽഫ് അറ്റസ്റ്റഡ് ആയിട്ടുള്ള രീതി ചെയ്യുക. സെൽഫ് അറ്റസ്റ്റഡ് എന്ന് പറഞ്ഞു കൊടുത്തിട്ട് നിങ്ങളുടെ പേരെടുത്ത് നിങ്ങൾ സൈൻ ചെയ്യുക. അതാണ് സെൽഫ് അറ്റസ്റ്റഡ് കൊണ്ട് അർത്ഥമാക്കുന്നത്. സോ ഇത് ചെയ്യുക. നേരത്തെ ഒക്കെ നമുക്ക് ഗസറ്റഡ് ഓഫീസേഴ്സിന്റെ ഒക്കെ അറ്റസ്റ്റേഷൻ വേണമായിരുന്നു. ഇപ്പൊ നമുക്ക് അതിന്റെ ആവശ്യകതയില്ല, നിങ്ങൾ തന്നെ അറ്റസ്റ്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ ഈ 3 ഡോക്യുമെന്റ്സ് എടുത്ത് അതിന്റെ കോപ്പീസ് എടുത്തിട്ട് നിങ്ങൾ അതിൽ സെൽഫ് അറ്റസ്റ്റഡ് കൊടുത്ത് നിങ്ങൾ തന്നെ സെൽഫ് അറ്റസ്റ്റഡ് ആയിട്ടുള്ള രീതി സൈൻ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം എന്ത് ചെയ്യണം, നിങ്ങൾ ട്രഷറിയിൽ പോകുക. കേരള ഗവൺമെന്റിന്റെ ട്രഷറിയിൽ പോയിട്ട് നിങ്ങൾ ചെലാൻ എടുക്കണം. ആ ചെലാൻ നമ്പർ ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. അപ്പം ഈ ഒരു ചെലാൻ നമ്പർ അല്ലെങ്കിൽ ഈ ഒരു അഡ്രസ്സിലാണ് നിങ്ങൾ ചെലാൻ എടുക്കേണ്ടത്. 150 രൂപയുടെ ചെലാനാണ് നിങ്ങൾ എടുക്കേണ്ടത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇക്വലൻസി സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്യേണ്ടത് കേട്ടോ. അപ്പൊ ട്രഷറിയിൽ ചെന്ന് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഓൺലൈൻ ആയിട്ടുള്ള രീതിയിൽ അപേക്ഷ കൊടുക്കുകയോ ചെയ്യുന്നത്. അപ്പൊ അതിൽ നിങ്ങൾക്ക് ഡിപ്പാർട്ട്മെന്റ് ഏതാണെന്നുള്ള അവർക്ക് തന്നെ അറിയാൻ പറ്റും കേട്ടോ. നിങ്ങളായിട്ട് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല, അവിടെ ഇരിക്കുന്ന ആളുകൾക്ക് അറിയാം. ഇനി അവിടെ നമുക്ക് ഒന്നും അറിയില്ലാത്തവർക്ക് വേണ്ടിയിട്ടൊന്ന് പറഞ്ഞേക്കാം. ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ ഹയർ സെക്കൻഡറി എന്നുള്ളതാണ് നിങ്ങൾ അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. ഡിസ്ട്രിക്ട് തിരുവനന്തപുരം. പിന്നെ ഓഫീസ് നെയിം വരേണ്ടടുത്ത് എന്ത് കൊടുക്കണം, ഡയറക്ടറേറ്റ് ഓഫ് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ എന്നുള്ളതാണ് കൊടുക്കേണ്ടത്. ഡിപ്പാർട്ട്മെന്റ് റെഫറൻസ് നമ്പർ അത് എനിക്ക് തോന്നുന്നു ഓട്ടോമാറ്റിക്കലി അവിടെ വരുമെന്ന് തോന്നുന്നു കേട്ടോ. ഇല്ലാത്തവർ എന്നെ ഒന്ന് വിളിച്ചാൽ മതി, പറഞ്ഞു തരാം. പിന്നെ റെമിറ്റൻസ് ഹെഡ്സ് അത് നമ്മൾ ആ ചെലാൻ നമ്പർ ഇവിടെ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്, ആ നമ്പർ അവിടെ കൊടുക്കേണ്ടത് കേട്ടോ. അപ്പൊ ഓട്ടോമാറ്റിക്കലി അവിടെ ഓപ്ഷൻ ആയിട്ട് വന്നോളൂ, സെലക്ട് ചെയ്ത് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ പർപ്പസ് ചോദിക്കുന്നുണ്ട്, അവിടെ എന്ത് കൊടുക്കണം, ഇക്വലൻസി സർട്ടിഫിക്കറ്റ് എന്ന് കൊടുക്കുക കേട്ടോ. പിന്നെ നെയിം, പാൻ കാർഡിന്റെ ഡീറ്റെയിൽസ്, ഇതിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ വരുന്നുണ്ട്. മൊബൈൽ നമ്പർ ഒക്കെ കൊടുക്കാൻ വരുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ കയ്യിൽ ഈ ആധാറോ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് നിങ്ങളൊന്ന് പൊക്കോളുക കേട്ടോ. എന്നിട്ട് അതെല്ലാം വെച്ച് ഓൺലൈൻ ആയിട്ട് നമ്മൾ ചെലാൻ എടുക്കണം. ആ ചെലാനൊക്കെ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഇക്വലൻസി സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പൊ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. ഇനി നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സ് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഈ ഒരു രീതിയിലാണ് നമ്മൾ ഇക്വലൻസി സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പൊ എല്ലാവരും ഒരു ഇക്വലൻസി സർട്ടിഫിക്കറ്റ് എടുത്ത് വെക്കുന്നത് നല്ലതാണ്. കാരണം എപ്പോഴാണ് നമുക്ക് ഒരു ആവശ്യകത വരുന്നത് എന്നുള്ളത് അറിയില്ല. ഇപ്പൊ ചിലർ പറയും നിങ്ങൾക്ക് ഇക്വലൻസി സർട്ടിഫിക്കറ്റ് ആവശ്യകതയൊന്നും ഇല്ല, ഇപ്പൊ നിങ്ങൾ ഡിഗ്രിക്ക് ഇപ്പൊ ഇഗ്നോയിലൊക്കെ ഡിഗ്രി ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ അതിന്റെ ആവശ്യകതയൊന്നും ഇല്ല, നമുക്ക് മാർക്ക് ലിസ്റ്റ് വെച്ചിട്ട് അപ്ലൈ ചെയ്യാന്ന് പറയും. പക്ഷെ എന്നാലും നിങ്ങൾ ഇക്വലൻസി സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്ത് എടുത്ത് വെച്ച്, കാരണം എപ്പോഴാണ് നമുക്ക് ഒരു ആവശ്യകത വരുന്നതെന്ന് അറിയില്ല. അപ്പൊ ആ ഒരു സമയത്ത് നമുക്ക് ഈ സാധനം കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാമല്ലോ. അല്ലെങ്കിൽ പിന്നെ എന്താണ്, പെട്ടെന്ന് ഒരു ആവശ്യം വരികയാണ്, ആ ഒരു സമയത്ത് നമ്മൾ ഇതുപോലെ അപ്ലൈ ചെയ്ത് അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് ഇല്ല വീണ്ടും ദിവസങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. സോ അതിന്റെ ആവശ്യകതയില്ല. സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിയുമ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ഇക്വലൻസി സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്ത് നിങ്ങൾ ഇക്വലൻസി സർട്ടിഫിക്കറ്റ് കൈപ്പറ്റി വെക്കുക. അപ്പൊ ഇത് നിങ്ങൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ മെയിലിലേക്ക് വരികയാണ് ചെയ്യുന്നത്. സാധാരണ പോസ്റ്റ് ആയിട്ടായിരുന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു 15 ഡേയ്സിനുള്ളിൽ 15 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ അഡ്രസ്സിലേക്ക് പോസ്റ്റ് ആയിട്ട് വരുന്ന സാധനമാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു മെയിൽ വഴിയാണ്, മെയിലായിട്ട് നിങ്ങൾക്ക് അയച്ചു തരുകയോ ചെയ്യുന്നത്. നിങ്ങൾ അതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് പ്രിന്റ് എടുത്ത് വെച്ചാൽ മതി കേട്ടോ. അപ്പൊ ഇങ്ങനെയാണ് ഇക്വലൻസി സർട്ടിഫിക്കറ്റ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, അപ്പോൾ നിർത്തുന്നു. NIS സംബന്ധിച്ചിട്ടുള്ള പുതിയ ഇൻഫർമേഷൻസുമായി നെക്സ്റ്റ് വീഡിയോ കാണാം. താങ്ക് യു.